ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ യേശു ഏറ്റവും അധികമായി സ്നേഹിച്ചെത്തിയ ദൈവജനത്തിൻ്റെ മുമ്പാകെ എൻ്റെ യേശുവിനെ സാക്ഷിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച എൻ്റെ പിതാവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ റിബേക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. റിബേക്കയെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മകൻ്റെ ഭാര്യയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അബ്രഹാമിന് മനസ്സിലാകും ദൈവം നടത്തിയ വഴികൾ. ദൈവം സകലത്തിലും അവനെ അനുഗ്രഹിച്ചു. ആ ഒരു നിമിഷത്തിലിരിക്കുമ്പോഴാണ് അബ്രഹാം മനസ്സിലാക്കുന്നത് തൻ്റെ മകനൊരു ഭാര്യയെ വേണം. അപ്പോൾ അബ്രഹാം തൻ്റെ ദൗത്യം അതൊരു ദാസനെ ഏൽപ്പിക്കുകയാണ്. ദാസൻ ഏലിയാസാർ, നമുക്കെല്ലാവർക്കും അറിയാം. ഏലിയാസാറിനെ ഏൽപ്പിക്കുമ്പോൾ ഏലിയാസാറിനോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദേശത്തിൽ നിന്ന് എൻ്റെ മകനൊരു ഭാര്യയെ എടുക്കാതെ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവളിനൊരു ഭാര്യയെ നീ കണ്ടുപിടിക്കണമെന്ന്. ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അബ്രഹാം വ്യക്തമായി ആ ദാസന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്നും എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിലെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കുമെന്ന്. അബ്രഹാമിന് വ്യക്തമാണ് ദൈവം നടത്തുന്ന വഴികൾ. കാരണം അബ്രഹാമിന് അറിയാം, തൻ്റെ മുമ്പിൽ ശൂന്യത കണ്ടിരുന്ന അബ്രഹാം തനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്നെല്ലാം ചിന്തിച്ച സമയത്ത് ദൈവം വ്യക്തമായി ഒരു വാഗ്ദത്തം കൊടുത്തപ്പോൾ, അവൻ വിശ്വാസികളുടെ പിതാവായി എന്ന് നാം അറിയപ്പെടുമ്പോൾ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനെന്ന്. അസാധ്യതകളെ മാറ്റിത്തരുവാൻ, സാറായുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ തരുവാൻ ശക്തനാണ് എൻ്റെ ദൈവമെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം, നമ്മളതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അബ്രഹാമിനറിയാം ദൈവം അനുഗ്രഹിക്കാൻ സമർത്ഥനാണെന്ന്. അതുകൊണ്ട് തന്നെ അബ്രഹാമിന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് അറിയപ്പെടുന്നത് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്ന്. ആ ദൗത്യം ദാസനെ ഏൽപ്പിക്കുമ്പോൾ, എലിയാസാറിനെ ഏൽപ്പിക്കുമ്പോൾ അബ്രഹാമിന് അറിയാമായിരുന്നു ഈ ഒരു കാര്യവും നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന്. ദൈവമക്കളെ, നമുക്കുമില്ലേ ചില ആവശ്യഭാരങ്ങൾ? നമുക്കും അത് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. യേശുവിനോട് പറയാം, യേശുവേ നീ അതെനിക്ക് നടത്തിത്തരുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മളെ പോറ്റിപ്പുലർത്തിയൊരു ദൈവമുണ്ട്, ഒരു സ്നേഹമുണ്ട്. നമ്മെ ഈ ഭൂമിയിലെ ഒരു വ്യക്തി സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മുടെ കുറവുകളെ നോക്കാതെ നാളിതുവരെ നമ്മളെ സ്നേഹിച്ച് നടത്തിയൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ക്രൂശിൽ ചിന്താൻ തിരുമനസ്സായ പിതാവ് വേണമെങ്കിൽ ആ സ്വന്തം മകനെ, ഒരേ ഒരു മകനെ സ്വർഗത്തിൽ തന്നെ ഇരുത്താമായിരുന്നു. എന്നാൽ അവൻ സ്വർലോക മഹിമയെല്ലാം ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി, ദാസനായി, നിസ്സാരനായി, വേഷത്തിൽ മനുഷ്യനായി, ആർക്കും ലഭിക്കാത്തൊരു പ്രസവവും പുൽത്തൊട്ടിയിൽ നിസ്സാരമായ ജനനവും അനുഭവിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി എനിക്ക് വേണ്ടി സകലവും സഹിച്ചു. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ അവസാന തുള്ളി രക്തം വരെയും ചിന്തി. അവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തവും ഇല്ലാതെ വണ്ണം, വെള്ളമാണ് ലാസ്റ്റ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വന്നത്. അത്രത്തോളം അവൻ നമ്മെ സ്നേഹിക്കാൻ തിരുമനസ്സായി. എന്തിനാണ് യേശു ക്രിസ്തു അങ്ങനെ ചെയ്തത്? പിതാവാം ദൈവം എന്തിനാണ് അങ്ങനെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തിരുമനസ്സായത്? നമ്മെ ഓരോരുത്തരും നിജപാപികളായ, പാപം മാത്രം ചെയ്യുവാൻ അറിയുന്നവരായ, ഒരു നന്മയും പറയാനില്ലാത്തവരായ എന്നെയും സ്നേഹിപ്പാൻ യേശുവിന് തിരുമനസ്സായത് എന്താണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് യേശു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇത്രമാത്രം എന്നെ കരുതുന്നതെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയാം, ഒരു നാൾ എനിക്ക് മനസ്സിലാകും. ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ, എൻ്റെ പ്രാണപ്രിയൻ വാനമേഘ വരുമ്പോൾ, അവൻ എന്നെയും ചേർക്കാൻ വരുമ്പോൾ,
ഞാൻ ആ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും എനിക്ക് മനസ്സിലാകും അവൻ എന്നെ സ്നേഹിച്ചത് എന്തിനാണെന്ന്. നമ്മളിതിൽ വായിക്കുന്നുണ്ട്, അബ്രഹാം ഇത് ഏൽപ്പിക്കുമ്പോൾ ദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദാസന് ആ ശുശ്രൂഷ ഭംഗിയായി ചെയ്യണമെന്നുണ്ട്. ദാസൻ അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ. അങ്ങനെ തന്നെയാണ് ദാസൻ വിളിക്കുന്നത്. എൻ്റെ ദൈവമേ എന്നല്ല, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ, അതിനൊരു ഡ്യൂറേഷനൊന്നും ഇല്ല കേട്ടോ, ഇന്ന് തന്നെ ആ കാര്യം സാധിപ്പിച്ച് തരണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുകയാണ്. എലിയാസർ പ്രാർത്ഥിക്കുകയാണ്. അതിന് എലിയാസർ ദൈവത്തോടൊരു അടയാളവും പറയാണ്. വ്യക്തമാണ് ആ പ്രാർത്ഥന, അത് കൃത്യമാണ് ആ പ്രാർത്ഥന. അതിലൊരു അടയാളം കൂടെ ചോദിക്കുകയാണ്. ഇങ്ങനെയാണ്: നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറയുമ്പോൾ കുടിക്കുക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമോ എന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിക്കപ്പെട്ടവളായിരിക്കട്ടെ. ദാസൻ വ്യക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, എനിക്ക് ഈ അടയാളം കാണണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ, ഈ അടയാളം യാചിച്ച് നിൽക്കുമ്പോൾ, അപ്പോൾ തന്നെ ചില കന്യകമാർ അവിടെ വരികയാണ്. അപ്പോൾ ദാസൻ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെയായിരിക്കും ദൈവം ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവർ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ മനസ്സിലായി, ഒരു കന്യക നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൾ ബെഥൂവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ഈ വാക്യം വായിച്ച് ഞാൻ മനസ്സിൽ നിർത്തിയപ്പോൾ ഞാൻ ഓർത്തു, പണ്ട് ഞാൻ എൻജിനീയറിങ്ങിനെല്ലാം പഠിക്കാൻ പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനായി ദേവസന്നിധിയിൽ വന്നിരുന്നപ്പോൾ ദേവദാസൻ എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർത്തു. മകളെ, നിൻ്റെ ജീവിതത്തിൽ പാപം വന്നാൽ നിൻ്റെ ഭംഗി പോവും. ഞാൻ ഭംഗി പോകുമെന്ന് പറയുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ്റെ ഭംഗിയല്ല, ഹൃദയത്തിലെ മനുഷ്യൻ്റെ ഭംഗി. അതെ, എനിക്കൊരു പാപം വന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ മനുഷ്യന് കോട്ടമേൽക്കും. എൻ്റെ ജീവിതത്തിൽ പുഴുക്കുത്തു വന്നാൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അകത്തെ മനുഷ്യന് വല്ല കുഷ്ഠരോഗം വന്നാൽ, കുഷ്ഠം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെ സാന്നിധ്യമോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ വിട്ടുപോയാൽ ഞാനൊരു കരിക്കട്ടയാകുമെന്ന് വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ ആരും എൻ്റെ അടുത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു, യേശുവിൽ അള്ളിപ്പിടിക്കുമായിരുന്നു. എനിക്ക് കാണാം, എൻ്റെ ഹോസ്റ്റലും എൻ്റെ കോളേജും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. പക്ഷെ കുറേ ദൂരം നടക്കാം. ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണാം. ഞാൻ ആ വിജനമായ ആ ഗ്രൗണ്ടിലൂടെ എല്ലാം നടക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ കയ്യിൽ അള്ളിപ്പിടിക്കുമായിരുന്നു. ഞാൻ നിന്നു എന്ന് പറയാൻ എനിക്കില്ല. ഈ ഭൂമിയിൽ പലരും നോക്കുമ്പോൾ നമുക്ക് കഴിവുകളില്ലായിരിക്കാം, പലരും നമ്മളെ ബുദ്ധിയില്ലെന്ന് പറഞ്ഞേക്കാം, പലരും നമ്മളെ കഴിവ് കുറഞ്ഞവരെന്ന് പറഞ്ഞേക്കാം. എന്നാൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് പറ്റില്ല എന്ന് ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ യേശുക്രിസ്തു വാലല്ല തലയാക്കുമെന്ന് യേശുക്രിസ്തു എൻ്റെ അനുഭവമാക്കി തന്നു. ഞാൻ യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. ഞാൻ എൻ്റെ കോളേജിലേക്ക് നടന്നു പോകുന്ന സമയങ്ങളെല്ലാം ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഞാൻ യേശുവിനെ അള്ളിപ്പിടിക്കുമായിരുന്നു. കാരണം എനിക്ക് തനിയെ ജീവിക്കാനുള്ള കഴിവില്ല. ദൈവവചനത്തിനോട് ചേർന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് എനിക്കൊരു കൊതിയുണ്ടായിരുന്നു. അതുകൊണ്ട് വചനം കേൾക്കുന്നത് എൻ്റെ ഹൃദയത്തിന് ആനന്ദമായിരുന്നു. തമിഴ്നാട് പഠിക്കുമ്പോൾ അമ്മ വചനം കേൾപ്പാനെല്ലാം പോകുമ്പോൾ അമ്മ എനിക്ക് ഫോൺ വെച്ച് തരും. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാകാറില്ല, പക്ഷെ എനിക്കൊന്ന് മനസ്സിലാകുമായിരുന്നു: സ്തുതികളിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. സ്തുതിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നിറപടിയായി എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് മനസ്സിലാകുമായിരുന്നു. ദൈവത്തിൻ്റെ ദാസൻ പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ഒരു ബാല, അവളൊരു അനാക്രാന്ത കുസുമമായിരിക്കണമെന്ന്. ഞാനതെല്ലാം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ദൈവമേ, ഒരന്യം തൊടാത്തൊരു മകളായി എന്നെ കാക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ചാരിക്കൊണ്ട് ജീവിപ്പാൻ എനിക്ക് യേശുക്രിസ്തു സഹായിച്ചു. ഞാനിത് വായിച്ചപ്പോൾ, റിബേക്കയെ കുറിച്ച് വായിച്ചപ്പോൾ, അവൾ അതിസുന്ദരിയായിരുന്നു. അത് നമ്മൾ വായിക്കുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ്റെ സൗന്ദര്യമല്ല, ഇന്നർ പ്യൂരിറ്റി, ഹൃദയ മനുഷ്യൻ്റെ ശുദ്ധീകരണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. എൻ്റെ യേശുവിനെ കാണണമെങ്കിൽ എൻ്റെ ഹൃദയത്തിന് ശുദ്ധി വരണം. സ്നേഹം, ദീർഘമായി ക്ഷമിക്കുക,
ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനേതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ കൊതിയാണ്. ഞാൻ പൂർണ്ണമായതുകൊണ്ടല്ല, ഞാൻ ഒന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം. യേശു ആഗ്രഹിക്കുന്നൊരു സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. യേശുവിനെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ആ കൃപയിൽ, യേശുവിൽ കൃപയിൽ ചാരുന്നു. ഈ എലിയാസാറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എലിയാസാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. എലിയാസാർ അടയാളം ചോദിച്ചത് അങ്ങനെ തന്നെ എലിയാസാർ കാണുകയാണ്. റിബേക്ക വേഗം തന്നെ വെള്ളം കോരിക്കൊണ്ടുവന്ന് എലിയാസാറിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എലിയാസാറിൻ്റെ കൂടെയുള്ള 10 ഒട്ടകങ്ങൾ കൂടെ ഓടിപ്പോയി വെള്ളം കോരി കൊടുക്കുകയാണ്. റിബേക്കയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആ ഒരു പരിജ്ഞാനം, അവളുടെ ആ ഒരു സാമർഥ്യം, അവളുടെ ആ കരുതൽ, അതെല്ലാം നോക്കുമ്പോൾ യേശുവേ, ഞാനിതുപോലെ ഒന്നും ആയില്ലല്ലോ എന്നെല്ലാം ഞാൻ ദിവസത്തിൽ സമർപ്പിച്ചു. എല്ലാം എൻ്റെ ഒരു കൊതിയാണ്. യേശു ക്രിസ്തു ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ തരുന്നവനാണെന്ന് എനിക്കറിയാം. അതെ, വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്നവനാണ് എൻ്റെ യേശുവിൻ്റെ സ്നേഹമെന്ന് എനിക്ക് പലപ്പോഴും പല അനുഭവങ്ങളൂടെ യേശു ക്രിസ്തു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഒരു കൊതി ആണിത്. റിബേക്ക ചെയ്തതുപോലെ ഒരു പരിജ്ഞാനമുള്ള ഹൃദയം, ഒരു സ്നേഹമുള്ളൊരു ഹൃദയം, ഒരു കരുതുന്ന മനോഭാവം വേണ്ടത്. അതാണ് ഞാനും എൻ്റെ കൊതിയോടെ യേശുവിനോട് പറയുകയാണ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുന്ന, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ഒരു കൂടാരത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം. യേശുവിൻ്റെ സന്നിധിയിൽ തുറന്ന് പറയാം, യേശുവിനോട് ഏറ്റു പറയാം. ഇവിടെ ദാസൻ മനസ്സിലാക്കുകയാണ്, അവൻ ഉറ്റുനോക്കുകയാണ്. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്ര സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അതെ, പല സാഹചര്യങ്ങളും പല കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ അടിക്കാം, പല 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 നീക്കുപോക്കുകൾ ദൈവം തരാം പല സാഹചര്യത്തിൽ. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ദൈവം എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് നാം മിണ്ടാതിരുന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. യേശുവിനോടെല്ലാം പറയാം, യേശുവിനോടെല്ലാം സമർപ്പിക്കാം. പല സാഹചര്യങ്ങളും മിണ്ടാതിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ യേശു ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ് 27-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വന്ന നന്ദി, ദൈവമേ, ജീവിതത്തിൽ ഒരു നാളും യേശുവിനോടുള്ള നന്ദി കുറയാതെ, യേശുവിനോടുള്ള സ്നേഹം കുറയാതെ, ഒരു തരി പോലും യേശുവിനോടുള്ള സ്നേഹമോ ഒരു തരി പോലും യേശുവിനോടുള്ള നന്ദിയോ കുറയാതെ എന്നെയും നിർത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാനും ഈ ഭാഗം വായിച്ചപ്പോൾ യേശുവിനോട് പറഞ്ഞു. തുടർന്ന് വായിക്കുകയാണ്. പിന്നീടുള്ള യാത്ര ഒരു തിടുക്കത്തിൻ്റെ യാത്രയാണ്. അബ്രഹാമിൻ്റെ സ്വത്തിൻ്റെ ഒരു അംശം എലിയാസാർ റിബേക്കയ്ക്ക് വേണ്ടി കരുതുകയാണ്. ആഭരണങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാമായി ഒരംശം റിബേക്കയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. എലിയാസാർ റിബേക്കയ്ക്ക് അതെല്ലാം കൊടുത്തു. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വർഗീയ സമാധാനവും സ്വർഗീയ സന്തോഷവും എല്ലാം തരാനായി അവനെല്ലാം കരുതി നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ആരെല്ലാം യേശുവിനോട് പറയുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമാണ് റിബേക്കയുടെ മുമ്പിൽ വരുന്നത്. നീ ഈ പുരുഷൻ്റെ കൂടെ പോകുന്നുവോ? ഈ പുരുഷൻ ആരെന്നറിയില്ല. ഭാവിയിൽ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വരൻ ആരെന്ന് റിബേക്കയ്ക്ക് അറിയില്ല. പക്ഷേ ആ ചോദ്യത്തിന് മുമ്പിൽ റിബേക്ക ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം തന്നെ പറയുകയാണ്, ഞാൻ പോകുന്നു എന്ന്. അതെ, യേശുവിൻ്റെ കൂടെ പോയാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ നിന്നാൽ, പരിശുദ്ധാത്മാവിൽ നാം അഭിഷേകം പ്രാപിക്കുമ്പോൾ അവൻ നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കും. നമ്മുടെ കാന്തനായ യേശു ക്രിസ്തു വാനമേഘ വരും. അത് നമ്മൾ വായിക്കുന്നുണ്ട്. 61-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇസാക്ക് ബേർലഹിയോരി വരെ വന്നു. അതെ, യേശുവിനെ കാണുന്ന സ്ഥലം. യേശു ക്രിസ്തു മധ്യവാനത്തിൽ വരും. യേശു ക്രിസ്തു എന്നെ ചേർപ്പാനായി അവൻ മധ്യവാനത്തിൽ വരും. അതെ, സ്വർഗത്തിലോളം നമ്മൾ പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു മധ്യവാനത്തിൽ വന്ന് നമ്മെ എതിരേറ്റുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകാൻ യേശുക്രിസ്തുവിൻ്റെ പ്ലാനും പദ്ധതിയും. അതെ, ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ആ ഹൃദയശുദ്ധിയുള്ളൊരവസ്ഥ അതെനിക്ക് വേണം. അതിനായി ദൈവം നമ്മെ ശുദ്ധീകരിക്കും. നാം വായിക്കുന്നുണ്ട്, റിബേക്ക മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ നടക്കുമ്പോൾ എലിയാസാർ അവളുടെ ഹൃദയത്തെ തട്ടി
ഉണർത്തുകയാണ്. വെയിലിൽ വാടിപ്പോകാം, ഈ മരുയാത്രയിൽ തളർന്നു പോകാം, ഈ മരുയാത്രയിൽ നാളെ എന്തെന്നറിയാതിരിക്കാം, എത്ര ദൂരം എൻ്റെ കാന്തനെ കാണുവാനുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരാം. എന്നാൽ എലിയാസർ അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹം, തൻ്റെ വരാനുള്ള ഭാവി വരനെ കുറിച്ചുള്ള അവൻ ചെയ്ത കാര്യങ്ങളും അവൻ്റെ വർണ്ണനകളും എല്ലാം എലിയാസർ അവളുടെ ഉള്ളിൽ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിക്ക് യേശുവിനോടുള്ള സ്നേഹം എത്രമാത്രം ഹൃദയത്തിൽ വരച്ചിട്ടാമോ അത്രമാത്രം ഉള്ളിൽ നിറഞ്ഞവളായി. ഈ ഭൂമിയിൽ ഒരു ഭാര്യയ്ക്ക് എൻ്റെ യേശുവിനെ എത്രമാത്രം സ്നേഹിക്കാമോ, ഈ ഭൂമിയിൽ ഒരു ജോലി ഉദ്യോഗസ്ഥയ്ക്ക് യേശുവിനെ എത്രമാത്രം സ്നേഹിക്കാമോ, ഈ ഭൂമിയിൽ ഒരു അമ്മയ്ക്ക് യേശുവിനെ എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിച്ച് എൻ്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹം മാത്രമായി നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ ഞാൻ നിന്നാൽ ഹൃദയ ശുദ്ധീകരണം എനിക്ക് പ്രാപിച്ച് എൻ്റെ നാഥനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് യേശുക്രിസ്തു ഈ നാളിൽ എനിക്ക് മനസ്സിലാക്കി തരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു കുപ്പി, ആ കുപ്പിയിൽ കുറച്ച് വെള്ളം മാത്രമുള്ളെങ്കിൽ വലിയൊരു കാറ്റ് വന്നാൽ അത് മറിഞ്ഞു വീഴാം. കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. ആ കുപ്പി നിറഞ്ഞാലോ അതൊരിക്കലും താണ് വീണ് പോകുകയില്ല. അത് കുപ്പി നിറഞ്ഞൊഴുകിയാലോ അത് അനേകരിലേക്ക് അത് എത്താൻ പറ്റും. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കുമാറ്, നീന്തി അക്കരയെത്തുമാറ്, അതേ ആത്മനദിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു അനുഭവം അതെൻ്റെ ഉള്ളിലെ കൊതിയാണ്, അതെൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്. എന്നിലൂടെ യേശുക്രിസ്തു കണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുവാൻ, എന്നിലൂടെ ആത്മനദി ഒഴുകിയാൽ എൻ്റെ ഉള്ളിലെ സ്നേഹം യേശുക്രിസ്തു എന്നിൽ പകർന്നാൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ യേശുക്രിസ്തു എന്നെ സഹായിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ദൈവസന്നിധിയിൽ വന്നിരുന്നപ്പോൾ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ബൊക്കെ തരികയാണ്. ആ ബൊക്കയിൽ നിറച്ച് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് അനേകരിലേക്ക് പകർന്നു കൊള്ളുവാനെന്ന്. കാലം അധികമില്ല മക്കളെ എൻ്റെ വേലക്കാരാകുവാനെന്ന്. അതെ, എൻ്റെ യേശുവിൻ്റെ വേലക്കാരാകുവാൻ, അനേകരെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ യേശു ശിഷ്യന്മാരുടെ നാവ് തന്ന് അനുഗ്രഹിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകർന്നു തരാമെന്ന് എൻ്റെ നാഥൻ്റെ വാഗ്ദത്തമുണ്ട്. എൻ്റെ നാഥൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ വിളിച്ചാൽ വെളിപ്പുറത്ത് നിൽക്കുന്നവനാണ്. ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറയുമ്പോൾ അവൻ ആ വെളിപ്പുറത്ത് നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. 45-ാം സങ്കീർത്തനം നമ്മൾ ഇപ്രകാരം വായിക്കും, അല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു കൊള്ളുക. ഇതാണ് എൻ്റെ ആഗ്രഹം. നാഥ, ഞാൻ പലപ്പോഴും നമ്മൾ വിവാഹ ശുശ്രൂഷയിൽ പാടുന്ന പോലെ, നാഥ ദൂരെ പോകരുതേ, ഈ ഉള്ളോളെ തള്ളരുതേ എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ ഹൃദയം തകർന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രകൃതത്തിലേക്ക് നോക്കിയാണ് പലപ്പോഴും അങ്ങനെ പാടാറുള്ളത്. ഇന്ന് നല്ലതല്ല എൻ്റെ പ്രകൃതം, എനിക്കൊന്നറിയാം. എന്നെ നല്ലതാക്കി തീർക്കുന്ന ഒരു യേശുവിൻ്റെ കരത്തിലാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അവൻ്റെ മാറിൽ ചാരിയാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ എൻ്റെ യേശു ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യം യേശുക്രിസ്തു എനിക്ക് തന്നിട്ടുണ്ട്. നാളിതുവരെ എന്നെ നടത്തിയ സ്നേഹം, എന്നെ പോറ്റി പുലർത്തിയ സ്നേഹം, ആ സ്നേഹത്തെ ഒരു നാളും വേദനിപ്പിക്കാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞാൻ എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന് വേണ്ടി വേല ചെയ്യുവാൻ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ആവാൻ, ഒരു നാളിൽ ഞാൻ ദിവസത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒഴിഞ്ഞ കൈകളുമായി നിൽക്കുവാൻ എനിക്കിടയാകരുത്. അതാണ് എൻ്റെ കൊതി. എൻ്റെ നിറഞ്ഞ കൈകളുമായി യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ, യേശുവിൻ്റെ സന്നിധിയിൽ നിന്നണയുവാൻ, അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിയനെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.